ഇന്ന് പറയുവാൻ പോകുന്നത് ഹരിയാനയിലെ ചെറിയ ഗ്രാമത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഇതെനിക്ക് ഓൺലൈനിൽ നിന്നും today.com എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിച്ച ഒരു ആർട്ടിക്കിളാണ്. സഞ്ജയ് ശർമ്മ എന്നൊരാളുടെ അനുഭവമാണ് അദ്ദേഹം ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ നിങ്ങളുടെ വീട്ടിലെ പ്രായമായവർ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങരുത്, പിശാച് അള്ളും മാന്തും എന്നൊക്കെ. അതൊക്കെ പണ്ടത്തെ ഓരോരോ കെട്ടുകഥകളല്ലേ? ഇപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഞാനും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. ഞാനും കുട്ടിയായിരുന്നപ്പോൾ എൻ്റെ വീട്ടിലെ മുത്തശ്ശി ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ ക്ലാസ്മേറ്റ്സിൽ പലരും ഇങ്ങനെ പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. രാവിലെ ഉണർന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും നഖം കൊണ്ട് മുറിഞ്ഞതായ പാടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? അതായത് തലേ ദിവസം രാത്രി വരെ ഇല്ലാത്ത പാട്. അതിനെപ്പറ്റി ഈ വീഡിയോയുടെ അവസാനം നമ്മൾക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ നമുക്ക് സംഭവത്തിലേക്ക് കടക്കാം. ഹരിയാനയിലെ കാർണൽ എന്നൊരു ഗ്രാമം. അവിടെ സഞ്ജയ് ശർമ്മ, സുനിത ദേവി എന്ന ദമ്പതികൾക്ക് കല്യാണം കഴിഞ്ഞ് 5 വർഷങ്ങളായി കുട്ടികളില്ല. PWD ജൂനിയർ എഞ്ചിനീയർ ആയിരുന്നു സഞ്ജയ് ശർമ്മ. കുട്ടികളില്ലാത്തതിന്റെ മാനസിക വിഷമത്തിലായിരുന്ന സഞ്ജയ് ശർമ്മയും സുനിത ദേവിയും ഒരുപാട് അമ്പലങ്ങളിൽ നേർച്ചയും വഴിപാടുകളുമായി നടന്നു. ഇതിനിടയിൽ സഞ്ജയ്ക്ക് അംബാല എന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആകുന്നു. അവിടെ അവർ റെന്റിനൊരു വീട് അന്വേഷിച്ചു. എന്നാൽ ഒത്തിരി അന്വേഷിച്ചിട്ടും അവർക്ക് ഇഷ്ടപ്പെട്ടൊരു വീട് കിട്ടിയില്ല. ഒടുവിൽ സഞ്ജയുടെ ഓഫീസിന്റെ അടുത്ത് തന്നെ ഒരു വീട് അവർക്ക് ലഭിക്കുന്നു. മനോഹരമായ സാമാന്യം വലിയൊരു വീടായിരുന്നു അത്. എന്നാൽ റെന്റ് തീരെ കുറവുമായിരുന്നു. സഞ്ജയും സുനിത ദേവിയും ആ വീട്ടിൽ താമസിച്ച് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും സുനിത ദേവി പ്രഗ്നന്റ് ആകുന്നു. സഞ്ജയ്ക്കും സുനിതയ്ക്കും വളരെ വളരെ സന്തോഷമായി. പുതിയ വീട് തന്ന ഐശ്വര്യമാണ് ഇത് എന്ന് അവർ രണ്ടുപേരും വിശ്വസിച്ചു. എന്നാൽ ഈ വലിയ സന്തോഷത്തിനിടയിലും സുനിത ദേവിയുടെ മനസ്സിൽ ചെറിയൊരു അസ്വസ്ഥതയുണ്ടായിരുന്നു. ഭർത്താവ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ സുനിത ദേവി വീട്ടിൽ തനിച്ചാണ്. വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് പുറകിൽ ആരോ നീങ്ങുന്നത് പോലെ ഒരു തോന്നൽ, പുറത്താരോ തൊടുന്നത് പോലെ ഒരു തോന്നൽ, പെട്ടെന്ന് മിന്നിമായുന്ന പോലെ ചില രൂപങ്ങൾ. പല ദിവസങ്ങളിൽ ഇത് ആവർത്തിച്ചപ്പോൾ അവർ ഭർത്താവിനോട് കാര്യം പറയുന്നു. എന്നാൽ പുതിയ വീട്ടിലേക്ക് വന്നതിന്റെ ഒരു തോന്നലാകാം ഇത് എന്ന് പറഞ്ഞ് സഞ്ജയ് ഇത് തള്ളിക്കളയുന്നു. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സുനിത ദേവിയുടെ ഭയം കൂടിക്കൂടി വന്നു. അനാവശ്യമായ ഭയം കുഞ്ഞിനോ അമ്മയ്ക്കോ എന്തെങ്കിലും ദോഷം വരുത്തുമോ എന്നോർത്ത് സുനിത ദേവിയുടെ അമ്മയെ കുറച്ചു നാളത്തേക്ക് വീട്ടിൽ കൊണ്ടു നിർത്തുവാൻ സഞ്ജയ് തീരുമാനിച്ചു. അമ്മ എത്തിയതിനു ശേഷം സുനിത ദേവിക്ക് വലിയ ഭയം ഒന്നും തോന്നിയില്ല. മാസങ്ങൾ കടന്നുപോയി. സുനിത ദേവി സുന്ദരിയായ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. അവർ ആ കുഞ്ഞിന് പേരിട്ടു ചാന്ദിനി. കുഞ്ഞ് ജനിച്ച 1 മാസത്തിന് ശേഷം ഒരു വെള്ളിയാഴ്ച രാത്രി കുഞ്ഞിന്റെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ടാണ് സുനിതയും സഞ്ജയും ഉണർന്നു. അവർ കുഞ്ഞിനെ എടുത്തെങ്കിലും കുഞ്ഞിന്റെ കരച്ചിൽ നിന്നില്ല. അങ്ങനെ അവർ കുഞ്ഞിനെ പരിശോധിച്ചപ്പോൾ കുഞ്ഞിന്റെ കയ്യിൽ നഖം കൊണ്ട് മാന്തിയത് പോലെയുള്ളൊരു പാട്. ഇതെങ്ങനെ സംഭവിച്ചു എന്നവർ ആലോചിച്ചിട്ട് മനസ്സിലായി. ആ വീട്ടിൽ പൂച്ചയോ പട്ടിയോ അതുപോലെയുള്ള വളർത്തു മൃഗങ്ങൾ ഒന്നും തന്നെയില്ല. എന്നാൽ അടുത്ത ദിവസം വൈകുന്നേരത്തോടകം മുറിവ് പെട്ടെന്ന് മാഞ്ഞു പോവുകയും ചെയ്തു. 2 ദിവസത്തിന് ശേഷം ഇതുപോലെ അതേ അനുഭവം പിന്നെയും ഉണ്ടായി. കുഞ്ഞിന്റെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ട് പരിശോധിച്ചപ്പോൾ കുഞ്ഞിന്റെ കാലിൽ 3 നഖം കൊണ്ടതുപോലെയുള്ള നീളത്തിലുള്ള പാട്. ഇതുകൂടി ആയപ്പോഴേക്കും സുനിത ദേവിയുടെ അമ്മയുടെ ആവശ്യപ്രകാരം അവർ അടുത്തുള്ള ഒരു അമ്പലത്തിൽ പോയി ഒരു ഏലസ് ജപിച്ച് കുഞ്ഞിന്റെ ശരീരത്തിൽ കെട്ടുന്നു. പിന്നെയും പല പ്രാവശ്യം ഇത് ഇങ്ങനെ തുടർന്നപ്പോൾ അവർ അടുത്ത വീട്ടുകാരുമായി ഈ ഒരു കാര്യം ചർച്ച ചെയ്തു. എന്നാൽ അയൽവക്കക്കാർ പറഞ്ഞ കാര്യം കേട്ട് അവർ ശരിക്കും ഞെട്ടി. ഈ വീട് പണിതിട്ട് ഏകദേശം ഒരു 6 വർഷമായി കാണും. അതിനു മുൻപ് ഈ സ്ഥലം ഒരു സെമിത്തേരി ആയിരുന്നു. ഈ വീട്ടിൽ തികച്ച 1 ആഴ്ച താമസിച്ചതിന് ശേഷം ഈ വീടിന്റെ ഉടമസ്ഥനും ഭാര്യയും അടങ്ങുന്ന കുടുംബം അമേരിക്കയിലേക്ക് പോയി. പിന്നീട് വീട് വാടകയ്ക്ക് കൊടുത്തതായി അറിഞ്ഞു. 6 വർഷത്തിനുള്ളിൽ 4 കുടുംബങ്ങൾ ഇവിടെ താമസിക്കുവാൻ എത്തിയിട്ടുണ്ട്. 2 മാസത്തിൽ കൂടുതൽ ആ കുടുംബങ്ങൾ തികച്ച് ഇവിടെ താമസിച്ചിട്ടില്ല. എന്നാൽ അയൽവക്കത്ത് താമസിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഭയപ്പെടുത്തുന്നതായ യാതൊന്നും തന്നെ ആ വീടിന്റെ പരിസരത്ത് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ അമാനുഷികമായ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നാട്ടുകാർക്ക് വലിയ അറിവൊന്നുമില്ലായിരുന്നു. എന്നാലും അതൊരു താമസിക്കാൻ കൊള്ളാത്ത എന്തോ നെഗറ്റീവ് എനർജി നിറഞ്ഞ ഒരു വീടാണ് എന്ന് മാത്രം അവർക്കറിയാം. എന്തായാലും അടുത്ത ദിവസം തന്നെ മറ്റൊരു വീട്ടിലേക്ക് സഞ്ജയും ഭാര്യയും കുഞ്ഞും താമസം മാറി. ഇപ്പോഴും അവർക്കറിയില്ല എന്താണ് വീട്ടിൽ സംഭവിച്ചതെന്ന്. സുനിത ദേവിക്കുണ്ടായ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങളും കുഞ്ഞിന് സംഭവിച്ച കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ എന്തോ ഒരു അമാനുഷികമായ ഒരു ശക്തി ആ വീട്ടിൽ ഉണ്ടായിരിക്കാം. ഈ ആർട്ടിക്കിൾ പോസ്റ്റ് ചെയ്തതിന്റെ താഴെയായി ഒരുപാട് കമന്റ്സ് ഞാൻ വായിച്ചു. അതിൽ കൂടി എനിക്ക് മനസ്സിലായി ഇതുപോലത്തെ അനുഭവങ്ങൾ ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ടെന്ന്. ഈ അനുഭവം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതോ നിങ്ങൾ ഇതുപോലെയുള്ള അനുഭവങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക.